അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടുള്ളത്. ഇത് പ്രഖ്യാപിച്ചതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. അപ്പോൾ തക്കതായ ഒരു കാരണം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് അമേരിക്ക വിശദീകരിച്ചിട്ടില്ല. വിശദീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ഭരണാധികാരികളും വിശദീകരിച്ചിട്ടില്ല. അമേരിക്ക ഇന്ത്യക്ക് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ ദേശീയ അന്വേഷണ ഏജൻസികൾ സംഘടിപ്പിച്ചതായ ചില രഹസ്യ വിവരങ്ങൾ ഇന്ത്യ രാജ്യത്തിന് അമേരിക്ക കൈമാറി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത് എന്നതാണ് വാർത്തകളുടെ ഭാഷ്യം. അപ്രകാരം വളരെ ധൈര്യസമേതം ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോയ ഇന്ത്യ രാജ്യം പൊടുന്നനെ വെടിനിർത്തലിന് സമ്മതിക്കുന്ന തരത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളതായ എന്ത് വലിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്? അഥവാ ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന എന്ത് തരം റിപ്പോർട്ടാണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരു ഭയപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. എന്ത് രഹസ്യ സ്വഭാവമുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്? അത് എത്രമാത്രം അപകടകരമാണ്? പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ആറ്റം ബോംബുകൾ വർഷിച്ച് ഇന്ത്യയെ ആകമാനം തകർക്കും എന്നാണ്. അതല്ലെങ്കിൽ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് വടഞ്ഞിട്ട് ഇന്ത്യയെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്നാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു മറയാക്കി ചൈന എന്ന് പറയുന്ന നമ്മൾ അപ്രകാരം തകർത്ത് തരിപ്പണമാക്കും എന്നൊക്കെയാണോ? എന്തായാലും എന്ത് ഗുരുതരമായ രഹസ്യാന്വേഷണ വിവരങ്ങളാണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത് എന്നറിയാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹമുണ്ട്. അത് വിശദീകരിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഭരണാധികാരികളാണ്, അഥവാ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ സൈനിക വൃത്തങ്ങളാണ്. ഔദ്യോഗികമായി ഇവരുടെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ ഒരു വിശദീകരണവും ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് വസ്തുത.